Because I remember once speaker, ex-speaker എന്താ ശരിയായിട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. Sri Ramakrishnan was telling me. ഇത് മലയാളത്തിൽ പറയണേ, കാരണം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇംഗ്ലീഷ് വലിയ ഗ്രാഹ്യമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അപ്പൊ മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിൽ തോക്കൊന്ന് പേടിച്ചപ്പോ 2ാം ക്ലാസ് വെച്ച് പഠിപ്പ് നിർത്തി. പിണറായി ഈ പണത്തെക്കുറിച്ചല്ലാതെ പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന ഇതിനെക്കുറിച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് പറയുന്നതിനപ്പുറം തമാശയൊക്കെ പറയാറുണ്ടോ? എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പടക്കം വെച്ച് പൊട്ടിക്കും. തമാശ പറയും. ഇതൊരു പുതിയ അറിവാണല്ലോ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഈ പറയുന്ന ക്യാരക്ടർ when he comes to the media, no, he is not like that. He jokes. അയാള് ശരിയല്ല. Because he has told എൻ്റെ അടുത്ത് പറഞ്ഞു കാണാനൊക്കെ നല്ലതാട്ടോ, പക്ഷെ ഇച്ചിരി വണ്ണം കൂടുതലാണ്. കഷ്ടം, നാണമില്ലടോ. അങ്ങനെയൊക്കെ തമാശ അടിക്കുമല്ലോ. ഒരിക്കലും ഐ കനോട്ട് സീ ഹിം ലൈക്ക് ദിസ്. സോ ഭയങ്കര വില്ലനായിട്ടൊന്നും എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് നാറ്റിക്കരുത്. ഈസ് എ നോർമൽ മാൻ. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തോണ്ടാണോ ഇങ്ങനെ പെരുമാറണമെന്ന്? ക്ലിഫ് ഹൗസിന്റെ അകത്ത് അങ്ങനെയൊന്നുമല്ല. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഭയങ്കര ചിരിയും ഭയങ്കര ജോവിയൽ ക്യാരക്ടറാണ്. കൂടുതൽ മീഡിയയുടെ അടുത്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പലതും ചോദിക്കും എന്നുള്ള ഭയം കൊണ്ട് ആ ഒരു മാസ്ക് ധരിക്കുന്നതാണോ എന്നറിയില്ല. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. ഒരു കാര്യമില്ലാതെ 15 മാസം ജയിലിൽ കിടക്കുക, അതിന്റെ ടോർച്ചർ. ഇപ്പൊ കോർണർ ടു കോർണർ എല്ലാ കോർട്ടിലും ഓടി നടക്കുക, എല്ലാ സ്റ്റേഷനിലും പോവുക, വിളിക്കുമ്പോഴൊക്കെ പോണം. ചതിയനല്ലടവൻ എന്നെ നശിപ്പിച്ചങ്ങ് കൈ തന്നില്ലേ. ആൻഡ് ഒരു എന്തുവാ, ഒരു വലിയൊരു ഗോൾ സ്മഗ്ലർ ആക്കി മാറ്റിയില്ലേ. അതിനേക്കാളും ഇനി ഒരു സ്ത്രീക്ക് എന്ത് നഷ്ടം ഉണ്ടാവാന്? എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. അല്ല സ്വപ്ന, ഇപ്പോഴും ഈ പിണറായി വിജയനെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, അതായത് ഇപ്പോഴും പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് ഇതൊന്നും ചെയ്യേയില്ല, ഇത് സ്വപ്ന പടച്ചുണ്ടാക്കിയ കുറെ കെട്ടുകഥകളാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ആ ഒരു സർക്കിളിൽ പോകുന്നത്. വെറുതെ ചിരിപ്പിക്കരുത്. ആളുടെ മോന്താണ്ട ബെസ്റ്റ് കള്ളനാന്നേ തോന്നുന്നു. പിണറായിക്ക് ഇങ്ങനെയുള്ള ഒരു താല്പര്യമൊന്നുമില്ല, പണത്തോടുള്ള ആർത്തിയൊന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. യു നോ വെരി വെൽ അല്ലേ? ഐ നോ വെരി വെൽ. പണത്തോട് ആർത്തി ഇല്ലാതെ എങ്ങനെ ഇരിക്കും? ഞാനാരാ മുതല്? കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ, പെരുങ്കള്ളൻ. എങ്കിൽ പിന്നെ ഇതൊന്നും നടക്കൂലല്ലോ. വൈ വുഡ് ഹി ഡു ഓൾ ദിസ്? താനിതെല്ലാം കൂടെ വെട്ടിപ്പിടിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? നമ്മളൊക്കെ ഇനി എത്ര കാലോട് പുസ്തകം For charity. What is he doing for the people of Kerala? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. What has he done? He's just saying മറ്റേ ഡെവലപ്മെന്റ് ഉണ്ട്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ only expenses, right? ഞാനൊരു കോമാളിയായോടാണല്ലോ. അല്ലാത്ത കാര്യങ്ങളിൽ മറ്റേ ആക്ടിവിറ്റീസ്, പൈസ ഉണ്ടാകുന്ന കാര്യത്തിൽ his wife, his daughter, CM Ravindran, there's a syndicate. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. I wouldn't say that it is Mr. Pinarayi Vijayan's individual brain. അല്ല, അതിന് മാത്രമുള്ള ബുദ്ധിയില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ? ഈ എഴുതി കൊടുക്കുന്ന നോട്ട് പോലും നേരെ വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് തന്നെ എത്ര പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ he doesn't have tolerance. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. ഞാൻ വിചാരിച്ച പോലെ അല്ലട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. He doesn't have tolerance to sit and learn or study. Where does he have the time to sit and study about a project? തേങ്ങ വിറ്റ മാങ്ങ വിറ്റെന്നെഴുതും, മാങ്ങ വിറ്റ തേങ്ങ വിറ്റെന്നെഴുതും, നെല്ല് വിറ്റ പുല്ല് വിറ്റെന്നെഴുതും. 5 നാലും 10 നാലും എപ്പോഴും എഴുതി വെക്കുന്നത്. He is only thinking about how he can make his upcoming generations safe. അതിന്റെ കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കാം. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെത്.
പക്ഷെ അതിനും വേണ്ടിയുള്ള എക്സ്പോജറോ വിദ്യാഭ്യാസമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ തന്നെ അണ്ണാ ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല ഏട്ടാ. വെറും 2ാം ക്ലാസ്. മലയാളം അല്ലാതെ വേറൊന്നും നാവിൽ വരൂല്ല. ഇത്രയും ഇങ്ങനെ പ്രോജക്ട്സിനെ കുറിച്ച് ചിന്തിച്ച് അത് ഡെവലപ്പ് ചെയ്ത് ആ ഒരു കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ അതിന്റെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വിവരം ഉണ്ടെന്ന് ഐ വുഡന്റ് സേ. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. വന്നു ഒരു പിണ്ണാക്കിനും കൊള്ളാതായിട്ടുണ്ട് ഒരു ഉണ്ണാക്കൻ. പണം കിട്ടുന്ന പ്രൊജക്റ്റാണ് ഹീസ് ഹാപ്പി. അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് മനസ്സിലായി. അത് എങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ടെന്നുള്ള നോട്ട് ബ്രീഫ് ചെയ്ത് കൊടുക്കണം. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്ന് ചോദിച്ചതിന് മറുപടി കിട്ടില്ല എനിക്ക്. എത്ര കാണും ഒരു ആസ്തി? പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതല്ല. സഹസ്ര കോടികൾ ഉണ്ടാവോ? സഹസ്ര കോടികൾ, thousands crores. പ്രോബബ്ലി 1500, 1600 ഒക്കെ ഉണ്ടാവാം. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാ. ബട്ട് ഹി ഹാസ് ജനറേഷൻസ് അപ്കമിങ്. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത് എന്റെ കൂട്ടാ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ.